നമ്മൾ സമൂഹത്തിൽ ഇടപെടുമ്പോൾ നമ്മളെ ആളുകൾ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മയിൽ പറ്റുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പോലും ആളുകൾ ശ്രദ്ധിക്കും എന്നുള്ളതും ആ തെറ്റവർ തിരുത്തപ്പെടണം എന്നൊരാഗ്രഹത്തോടു കൂടി അങ്ങനെ ഒരു നിയത്തോടു കൂടി ആണ് നമ്മൾ അവരെ സമീപിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് തിരുത്താനുള്ളൊരു തൗഫീക്ക് നൽകും എന്നുള്ളതാണ്. 2-3 ദിവസം മുന്നെയാണ് എനിക്ക് എൻ്റെ ഓർമ്മ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചായ കുടിക്കാനിരിക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് മൊബൈലെടുത്ത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക സംഘടനാ രംഗത്തുള്ള ഒരു ഭാരവാഹിയുടെ ഒരു ലൈവ് വീഡിയോ കേൾക്കുകയാണ്. ഫ്രണ്ട്സും ഉണ്ട് കൂടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം ഇങ്ങനെ ലൈവ് വീഡിയോ ചെയ്യുമ്പോൾ സെൽഫി ക്യാമറയാണല്ലോ മൊബൈലുണ്ടാവുക. അപ്പോൾ ഒരു ചായ കുടിക്കുന്നൊരു സന്ദർഭത്തിൽ ഇരുന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത്, ഞങ്ങളിങ്ങനെ ലൈവിലാണ്, കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ അദ്ദേഹം ഇങ്ങനെ പരിചയപ്പെടുത്തി പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ ഞാൻ ലൈവ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ചായ കുടിക്കുന്ന ഒരു പക്ഷേ ഇടത്തെ കയ്യിലാണെന്ന് നിങ്ങൾക്ക് തോന്നും കാണുമ്പോൾ, ക്യാമറ ഇങ്ങനെ സെൽഫി ക്യാമറ എടുക്കുന്നതുകൊണ്ട് ഞാൻ വലത്തെ കൈ കൊണ്ട് തന്നെ കുടിക്കുന്നത്, പിന്നെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരണ്ട എന്ന് എഴുതിയിട്ടാണെന്ന് പറഞ്ഞ ഒരു രീതിയിൽ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറയുകയാണ്, അദ്ദേഹം പിന്നെ പറഞ്ഞ വളരെ നന്നായിട്ടോ. സാധാരണ രീതിയിൽ എന്താ വെച്ചാൽ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ വരും ഇങ്ങനെ കാണുമ്പോൾ, അത് ഇയാളെന്താ അപ്പോൾ ഇതിൻ്റെ ഒരു ദീനി പ്രവർത്തകനൊക്കെയാണ് അല്ലെങ്കിൽ ദീനി രംഗത്ത് വളരെ സജീവമായിട്ടുള്ള ആൾ ഇങ്ങനെയാണോ കഴിക്കുന്നത് എന്നുള്ള ഇത് വരും. പിന്നെ രണ്ടാമത് അദ്ദേഹം അത് സൂചിപ്പിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ആളുകൾ എന്നെ ചിലപ്പോൾ വിളിച്ച് ചോദിക്കും അല്ലെങ്കിൽ പറയും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് സാധാരണ ചില ആളുകൾ ചില വിഭാഗത്തിലെ പണ്ഡിതന്മാർക്ക് എന്താ വെച്ചാൽ അവർ ചെയ്തതിനെ ആർക്കും ചോദിക്കാനോ അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടാനോ സാധാരണയായിട്ട് പിന്നെ അവർക്ക് അവരുടെ പ്രവർത്തകർ കഴിയൂല എന്നുള്ളതാണ്. അതിപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഉസ്താദിന് എന്താ തോന്നുക എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇത് കണ്ടപ്പോൾ അയാൾ എന്നോട് പറയാം, ആൾ പറയുമ്പോൾ ഒരു പിന്നെ സംഘടനാ രംഗത്തൊന്നും സജീവമല്ല, ആൾ മുസ്ലിമാണ്, പക്ഷേ എല്ലാത്തിൽ നിന്നും ഇങ്ങനെ ഒരു വിട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ആരോട് ഒരു പ്രത്യേകിച്ച് ഒരു കൂറൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പോൾ എനിക്കത് ഇങ്ങനെ തോന്നി, സത്യമാണല്ലോ പലപ്പോഴും നമ്മളൊക്കെ നമ്മളെ സഹപ്രവർത്തകരിൽ നിന്ന് അല്ലെങ്കിൽ ഭാരവാഹികളിൽ നിന്നൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ചോദിക്കാനോ അല്ലെങ്കിൽ അതിലെ ഇങ്ങനെയല്ലേ മൗലവിയെ നമുക്ക് ചോദിക്കാനുള്ളൊരു അവസരം ഉണ്ടാവാറുണ്ട്. നമ്മൾ ചോദിക്കുന്ന ആളുകളുമുണ്ട് പലപ്പോഴും. അതങ്ങനെ തന്നെയാണെങ്കിൽ അവരത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരത് പറയാറുമുണ്ട്. അത് പ്രസംഗത്തിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഇത് വന്നാൽ തന്നെ അവരത് ആ വേദിയിൽ തന്നെ അത് തിരുത്തിയിട്ടാണ് മുന്നോട്ട് പോകുക എന്നുള്ളത്. അപ്പോൾ ഇയാൾക്കിത് കേട്ടപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ അധികം കാണാറില്ല, പലപ്പോഴും തെറ്റ് കണ്ടാൽ അത് ചിലരൊക്കെ അതിനെ ന്യായീകരിച്ച് പോകുന്ന ആൾക്കാരാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ സമൂഹത്തിൽ ഇടപെടുമ്പോൾ നമ്മളെ ആളുകൾ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മയിൽ പറ്റുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പോലും ആളുകൾ ശ്രദ്ധിക്കും എന്നുള്ളതും, അതിനെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ നമ്മൾ നല്ല മനസ്സ് കാണിക്കണം എന്നുള്ളതും കൂടിയാണ് അതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് എപ്പോഴും ആളുകൾ അംഗീകരിക്കും നമ്മൾ അങ്ങനത്തെ ഒരു പിന്നെ ഇത് കാണിക്കുമ്പോൾ അല്ലേ. ഒരു തെറ്റ് ചെയ്ത് അത് തെറ്റാന്ന് ബോധ്യപ്പെട്ടാൽ നമ്മളത് അംഗീകരിക്കുമ്പോഴാണ് പൊതുസമൂഹത്തിന് നമുക്ക് അംഗീകാരം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ തിരുത്തുന്ന സമയത്തും വളരെ നസീഹത്തോടു കൂടി അവർ മാറണമെന്നുള്ള ചില പലരും ഇന്നത്തെ കാലത്ത് തിരുത്തുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, എന്താ പറയുക, അവരുടെ ഇടയിൽ ഒരു തെറ്റുണ്ടല്ലോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലപ്പുറം ആ തെറ്റവർ തിരുത്തപ്പെടണം എന്നൊരാഗ്രഹത്തോടു കൂടി അങ്ങനെ ഒരു നിയത്തോടു കൂടി ആണ് നമ്മൾ അവരെ സമീപിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു നസീഹത്തിന് എന്ത് ചെയ്യും, അള്ളാഹു ഒരു തൗഫീക്ക് അവർക്ക് തിരുത്താനുള്ളൊരു തൗഫീക്ക് നൽകും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളൊക്കെ ചിലപ്പോൾ ആളുകൾ വീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നെന്താ പറയുക, മുസ്ലിമിൻ്റെ അടയാളത്തിൽ ജീവിക്കുമ്പോൾ നമ്മളടുത്തൊരു മിസ്റ്റേക്ക് പറ്റുമ്പം മറ്റുള്ളവർ നമ്മളെ വീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ അപ്പോൾ തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അത് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ അത് തിരുത്താനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നസീഹത്തോടു കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കാനും പറ്റും. നമ്മൾ കൂടുതൽ ഒരാളെടുത്ത് കാണുമ്പോൾ അതിങ്ങനെയല്ലേ ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയതാണോ നമുക്ക് നല്ല രീതിയിൽ ചോദിക്കുമ്പോൾ ആൾക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അത് പരസ്പരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് നമുക്ക് പറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മളത് നല്ല രീതിയിൽ തന്നെ അതിനെ തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ്. പ്രവാചക അധ്യാപനങ്ങളിലും ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഒരുപാട് ചെറിയ ചെറിയ ഇപ്പോൾ ഒരു തിരുത്തുന്നൊരു രീതി ഉണ്ടായിരുന്നു. അബ്ദുള്ള എത്ര നല്ല വ്യക്തിയാണ്, രാത്രി നമസ്കാരം കൂടി നിർവഹിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ട്. നല്ല വളരെ മനോഹരമായ വാക്കുകളിലൂടെയാണ് അതിനെ പറഞ്ഞു കൊടുക്കുന്നത്.
അപ്പോൾ ശരിക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ സമൂഹത്തിലെ നമ്മളെ ചുറ്റുപാടുകളിലെ ആളുകളോടൊക്കെ ഇടപെടുമ്പോൾ അവർക്കൊരു മുഷിപ്പ് തോന്നാത്ത രീതിയിൽ അയാളുടെ ചേർത്ത് പിടിച്ച് പറയാന്നുള്ളത്.